ബൈആംബിംഗ് എന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ബൈആംബിംഗ്? ആ ബൈആംബിംഗ് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് ചെറിയ തോതിൽ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ബൈആംബിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ബൈ വയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കാര്യം മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ബൈ എന്ന് വെക്കുമ്പോൾ രണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് ആ ബൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് 2 ആംബ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ശരി. അതുപോലെ ബൈ വയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് 2 വയറിംഗ് കണക്ട് ചെയ്യാം, അല്ല അതിലേക്ക് 2 വയറിംഗ് കണക്ഷൻ വേണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്, അതിൻ്റെ രീതി. അപ്പോൾ ഈ ബൈആംബിങ്ങും ബൈ വയറിങ്ങും പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്പീക്കർ സിസ്റ്റം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ 2 വൂഫറും ഒരു ട്യൂട്ടറും ഉണ്ട്. അപ്പോൾ ആ 2 വൂഫറിലേക്കും ആ ട്യൂട്ടറിലേക്കും കൂടി ഒരു ഇൻപുട്ട് കണക്ഷനാണ് ഈ സ്പീക്കറിലുള്ളത്. അത് സിംഗിൾ വയറിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് ആ 2 വൂഫേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു കണക്ഷനും ഇതിനകത്തുള്ള ട്യൂട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു കണക്ഷനും കൂടി ഇതിനകത്ത് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇത് ബൈ വയറിംഗ് ചെയ്യേണ്ട സ്പീക്കറാണ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ആംപ്ലിഫയറിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ സാധാരണ വോളിയം ബേസ് ട്രിബിൾ എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഔട്ട്പുട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് കാണാം, അത് കൂടാതെ ട്വീറ്റർ ലെഫ്റ്റ് റൈറ്റ് എന്ന് കാണാം. അപ്പോൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കിയിട്ടുള്ളത് ബൈആംബിംഗ് രീതിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള വയറിങ്ങും ആവശ്യമാണ്, സെപ്പറേറ്റ് ആയിട്ട് ആ ബൈ വയറിംഗ് ഉള്ള സ്പീക്കർ സിസ്റ്റവും ആവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന്, ഇതിൻ്റെ അകത്ത് ഈ കിട്ടുന്ന ഡീറ്റെയിൽസ് ആ ക്ലാരിറ്റി എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് ഈ ബൈ വയറിംഗ് ബൈആംബിംഗ് കൊണ്ടുള്ള ഗുണം. നമ്മളെ സ്പീക്കർ സിസ്റ്റം ബൈ വയറിംഗ് ഒന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്പീക്കർ സിസ്റ്റത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മൾ പാസീവ് ക്രോസ് ഓവർ ഇതിനകത്ത് ബോക്സിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് സിഗ്നൽ ആ ഹൈ ഫ്രീക്വൻസിയും ലോവും മിഡൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ഇതിനകത്ത് ഈ ആംപ്ലിഫയറിനകത്ത് തന്നെ ഈ ഹൈ ഫ്രീക്വൻസിക്ക് സെപ്പറേറ്റ് ആമ്പും ലോ ഫ്രീക്വൻസിക്ക് സെപ്പറേറ്റ് ആമ്പും ചെയ്തിട്ടാണ് അതിൻ്റെ ആ സ്പീക്കറിലേക്ക് ഔട്ട്പുട്ട് വിടുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആ സെപ്പറേറ്റ് ഡ്രൈവറുകളിലേക്ക് സെപ്പറേറ്റ് ആംപ്ലിഫയറിൽ കൂടി ഔട്ട്പുട്ട് പോവാണ്. അപ്പോൾ അത് ആക്റ്റീവ് ക്രോസ് ഓവർ ആയിട്ട് വർക്ക് ചെയ്യും. മറ്റേത് പാസീവ് ക്രോസ് ഓവർ ആയതുകൊണ്ട് അതിന് പവർ ആവശ്യമില്ല, അതിന് സെപ്പറേറ്റ് ആംപ്ലിഫയർ ആവശ്യമില്ല. മറ്റേ സിഗ്നൽ ആ കോമ്പണൻറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ട്വീറ്ററിനും വൂഫറിനും മാത്രമായി സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ലിങ്ക് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബ്രാൻഡഡ് സ്പീക്കേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ലിങ്കോട് കൂടിയാണ് ഈ സ്പീക്കർ കിട്ടുക. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ഒരു ബൈആംബിംഗ് ചെയ്ത ആംപ്ലിഫയർ അല്ല, സാധാരണ ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ലിങ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്റ്റ് സ്പീക്കർ കണക്ഷൻ ഇതിലേക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ ഇതിനകത്തുള്ള ട്രബിൾ കൂട്ടുമ്പോൾ ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആകും. കാരണം ഇതിൻ്റെ ആ ക്രോസ് ഓവർ ഫിൽറ്റർ, ട്യൂട്ടറിനുള്ള ക്രോസ് ഓവർ ഫിൽറ്റർ ഈ ട്യൂട്ടറിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 45 വാട്ട്സ് ആണ് ഇതിൻ്റെ വൂഫർ, ഒരു 5 വാട്ട്സ് ആണ് ഇതിൻ്റെ ട്യൂട്ടർ. അങ്ങനെ മൊത്തത്തിൽ ഒരു 50 വാട്ട്സ് കോൺഫിഗറേഷൻ ഉള്ളതാണെങ്കിൽ ശരിക്കും അതിൻ്റെ ബൈആംബിംഗ് ചെയ്യുമ്പോൾ 45 വാട്ട്സ് RMSൽ അതിൻ്റെ ആ വൂഫറിൻ്റെ ആംപ്ലിഫയറും 5 വാട്ട്സ് ആംപ്ലിഫയർ ഉള്ള അതിൻ്റെ ട്വീറ്ററിൻ്റെ ആംപ്ലിഫയറും ചെയ്യാണ് ശരിക്കും അതിൻ്റെ ആ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യേണ്ട രീതി. അത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. അത് ആ ട്യൂട്ടർ കൊടുക്കണമെങ്കിൽ ട്യൂട്ടർ വോളിയം കൊടുക്കുമ്പോൾ മാത്രമേ ട്യൂട്ടർ എഫക്റ്റ് കിട്ടുള്ളൂ, ട്യൂട്ടറിൻ്റെ സൗണ്ട് കേൾക്കുള്ളൂ. അതുവരെ കേൾക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി. അപ്പോൾ നമുക്ക് വേണ്ട കൃത്യമായ ലെവലിൽ വെക്കാം. നമ്മൾ സാധാ BT ബോർഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ ട്രബിൾ എത്ര കുറച്ചാലും ഒരു മീഡിയം സൈസിൽ ഒരു വളരെ കുറഞ്ഞ തോതിൽ ആ ട്യൂട്ടറിൽ കൂടി സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചെയ്യുന്ന ആംപ്ലിഫയറുകളിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഈ ബൈആംബിംഗ് എന്താണ് ബൈ വയറിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒരു ആംപ്ലിഫയർ ആരെയും ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി നമ്മളിവിടെ ഏതെങ്കിലും ഡെമോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബൈ വയറിങ്ങും ബൈആംബിങ്ങും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഓൾ ബട്ടൺ ഓർക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.